കൊല്ലം കടയ്ക്കലിൽ ആർട്സ് കോളേജ് ബാങ്ക് ജപ്തി ചെയ്തു. വിദ്യാർത്ഥികൾ പെരുവഴിയിലായി. കടയ്ക്കൽ കോട്ടപ്പുറം PMS കോളേജാണ് ബാങ്ക് ജപ്തി ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായി മറ്റൊരു കോളേജ് തരപ്പെടുത്തി കൊടുത്തുവെങ്കിലും അവിടെ പഠിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഇന്റേണൽ പരീക്ഷ നടക്കുന്ന സമയത്താണ് ബാങ്ക് നടപടികളിലേക്ക് കടന്നത്. എന്നാൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മറ്റൊരു കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മാനേജർ പറയുന്നത്. എന്നാൽ വേണ്ടത്ര ഒരു സൗകര്യങ്ങളും മാറ്റിയ കോളേജിലില്ലെന്നും നിലവിലെ കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ ഷിഫ്റ്റ് ചെയ്ത കോളേജിൽ പണമടച്ചാൽ മാത്രമേ പഠിക്കാൻ കഴിയുകയുള്ളൂവെന്നാണ് വിദ്യാർത്ഥികളും പറയുന്നത്. ഞങ്ങൾ ഇവിടെ PMSയിൽ തേർഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ക്ലാസ്സിന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾ വരണ്ട, തേർഡ് സെമ്മിൻ്റെ വാല്യൂഷൻ നടക്കണം, ക്ലാസ് ഇല്ല, ടീച്ചേഴ്സ് വാല്യൂഷന് പോവുക, ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു എന്താ വാല്യൂഷൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നിട്ട് പെട്ടെന്ന് വിളിച്ചു പറയാണ്, നിങ്ങൾ ഇനി കോളേജിൽ വരണ്ട, കോളേജ് ജപ്തി ചെയ്തു, എല്ലാം പൂട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ അവർ പിറ്റേ ദിവസം മീറ്റിംഗ് വിളിച്ച് പാരൻസ് വന്നു, സ്റ്റുഡൻസ് എല്ലാവരും വന്നു, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എല്ലാവരും വന്നു. അവർ മീറ്റിങ്ങിൽ പറഞ്ഞു ഇത് കണക്ക് കുറച്ച് കടം ഉണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്താ കോളേജ് ഇത് കണക്ക് ജപ്തി ചെയ്തു, പലിശ അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിന് ജപ്തി ചെയ്യുന്നതിന് 3 മാസം മുന്നേ അവർ നോട്ടീസ് ഇവർക്ക് അയക്കുന്നതാണ്. ആ ഒരു കാര്യം ഞങ്ങൾ പ്രിൻസിപ്പളിൻ്റെ അടുത്തോ ടീച്ചേഴ്സിൻ്റെ അടുത്തോ കുട്ടികളുടെ അടുത്തോ ആരെടുത്തോ ഒരു കാര്യം പോലും അവർ ഇതുവരെയും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, ഞങ്ങളെ ബുക്കും ടെക്സ്റ്റും സഹിതം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടേ ഒരു കാര്യം. എന്നിട്ട് ഇവിടെ വന്ന് പാർട്ടിക്കാർ വന്ന് യൂണിയൻകാർ വന്നപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു എഗ്രിമെൻ്റ് എഴുതി തരാം, നിങ്ങളെ ഇതിൻ്റെ ഈ PMSയുടെ അണ്ടറിൽ തന്നെ ഷഫിൾ ചെയ്ത് ഇവിടെ അടുത്തുള്ള ഒരു MBA കോളേജിൽ നിങ്ങളെ പഠിപ്പിക്കാം. സെക്കൻഡ് ഇയേഴ്സിന് എല്ലാവരെയും വേറെ കോളേജിലോട്ട് അവർ മാറ്റി. ഞങ്ങളെ തേർഡ് ഇയേഴ്സ് ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അവരെ ഇവിടെ MBA കോളേജിൽ ഷഫിൾ ചെയ്ത് മാറ്റി അവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഈ നമ്മൾ പഠിച്ചിറങ്ങുന്ന ഈ 8 മാസത്തെ കാര്യങ്ങളും എല്ലാം അവർ തന്നെ നോക്കിക്കോളാം എന്ന് ഞങ്ങൾക്ക് എഴുതി തന്ന കാര്യമാണ്. ഇപ്പൊ പറയുന്നു 4ാം സെമസ്റ്റർ എക്സാം ഞങ്ങൾക്ക് തിങ്കളാഴ്ചയാണ്, ഞങ്ങൾക്ക് പോർഷൻ തീർന്നിട്ട് ലാബ് കിട്ടിയിട്ടില്ല. അവരിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് പോകണം, ട്രാൻസ്ഫർ മേടിച്ച് പോകണം. മെയിൻ കാര്യം പറഞ്ഞാൽ ഞങ്ങളവിടെ ഇനി നിൽക്കുകയാണെങ്കിൽ അവിടെ വാടക കൊടുക്കണം. നിൽക്കുന്ന സ്ഥലത്തിന് ഓരോ മാസം വാടക കൊടുക്കണം. ഇവർ ഈ വാടകയും എല്ലാം കൊടുത്താണ് ഞങ്ങളെ ഈ ഇയർ തീരുന്നവരെ പഠിപ്പിക്കാൻ തന്നത്. ഇപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരിൽ പഠിപ്പിക്കാൻ പൈസ ഇല്ല, അവർക്ക് വീണ്ടും നമ്മളവിടെ നിന്ന് നമുക്ക് വാടക കൊടുക്കണം. ആ പൈസ കൊടുത്ത് ഈ ബിൽഡിംഗ് തിരിച്ചെടുത്തിട്ട് അതിന് പകരം പുതിയൊരു കോഴ്സ് എടുക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പുതിയൊരു MLT പോലത്തെ ഒരു കോഴ്സ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെന്ന് കഴിഞ്ഞാൽ നമ്മളെ നിൽക്കും പഠിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞത് അവരെ പൈസ ഇല്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് 2 നമുക്കിവിടെ എക്സാം നടത്തണമെങ്കിൽ നമുക്കിവിടെ യൂണിവേഴ്സിറ്റി അംഗീകാരം വേണം. യൂണിവേഴ്സിറ്റി അംഗീകാരം ചെയ്യാനുള്ള എല്ലാ കാര്യവും ലാബ് ഫെസിലിറ്റീസും ബാക്കി എല്ലാ കാര്യങ്ങളും അലവായിട്ടൊരു കോളേജാണിത്. പക്ഷേ എന്നിട്ടും ഇവർ നേരെ യൂണിവേഴ്സിറ്റിയിൽ ഇന്നോ ഇന്നലെയോ പോയി പറഞ്ഞ് ഞങ്ങളെ സ്റ്റുഡൻസ് അറിഞ്ഞിട്ട് പോലുമില്ല. ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാവർക്കും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ കോളേജിന് ഒരു ഫെസിലിറ്റീസും ഇല്ല, എക്സാം എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും ഇല്ല എന്ന പേരിൽ യൂണിവേഴ്സിറ്റിക്ക് പോയി പറഞ്ഞിട്ടുണ്ട്. ഒരു MBA കോളേജ് യൂണിവേഴ്സിറ്റി, അത് ഇന്ന് MBA കോളേജിൽ എക്സാം നടക്കുകയാണ്, ആ കോളേജിലാണ് ഫെസിലിറ്റി ഇല്ല എന്ന് പറയുന്നത്. ഇത് നേരെ ചെന്ന് ഇവർ യൂണിവേഴ്സിറ്റിക്ക് പറഞ്ഞു. അത് സ്റ്റുഡൻസ് പറഞ്ഞാണ്, സ്റ്റുഡൻസ് ആരും പറഞ്ഞിട്ടില്ല, സ്റ്റുഡൻസ് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലും. ലീസിനെടുത്ത് പഠിപ്പിക്കാന്നാണ് ഇവർ പറഞ്ഞത്. അവിടെയാണ് ഇത്രയും ദിവസം ഞങ്ങൾ ഇരുന്ന് എക്സാം എഴുതിയത്. ഇന്നും എക്സാം എഴുതി, ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത് ഒരെണ്ണം എഴുതാതെ ഇറങ്ങി വന്നത്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിനി എന്ത് ചെയ്യും? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫീസും അടച്ച് ഇവിടെ 4th സെമ്മിൻ്റെ ഫീസ് വരെ അവർ ഫീസ് ചോദിക്കാൻ ഒരു കാര്യത്തിനും മടിയില്ല. അവർ കറക്റ്റ് ടൈമിന് ഒരു ദിവസം വൈകി അവർ 100 വട്ടം വീട്ടിൽ വിളിക്കും. ഫീസ് അടച്ചിട്ടില്ല എന്ന് പറയാൻ 100 വട്ടം അവർ വീട്ടിൽ വിളിക്കും. പക്ഷേ ഇങ്ങനൊരു കാര്യം നടന്നിട്ട് ഒരൊറ്റ വട്ടം പോലും പ്രിൻസിപ്പൾ പോലും അറിഞ്ഞിട്ടില്ല. പ്രിൻസിപ്പളിനെ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കാണാം, സാറിനെ വരെ പിരിച്ചു വിട്ടെന്നാണ് അവർ പറയുന്നത്. ഒരു വട്ടം പോലും അവർ ഈ ഇതിൻ്റെ കാര്യം പറഞ്ഞ ഒരു വട്ടം പോലും ഒരാളെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ കോളേജിൽ, ഒരാളെ പോലും വിളിച്ച് പറഞ്ഞിട്ടുമില്ല. ഈ നിമിഷം വരെ അവർ ഇതിനെക്കുറിച്ച് ഒരു കാര്യം മിണ്ടിയിട്ടില്ല. പിന്നെ ഇത്രയും പിള്ളേർ നിൽക്കുന്ന ഭാവി എന്തുവാ? അതനുസരിച്ചുള്ള ടീച്ചേഴ്സും മാനേജേഴ്സൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി എല്ലാവരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ ജീവിതം ഇപ്പം പോയിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് അവർക്ക് ടീച്ചേഴ്സിനോടെങ്കിലും എന്തെങ്കിലും പറയായിരുന്നു. ഇത് അവരോട് പോലും. എന്നിട്ട് ആ ടീച്ചേഴ്സ് അവരുടെ റിസ്കിലാണ് ആ കോളേജിൽ ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുത്തുകൊണ്ട് വന്നത്. ഇന്നും ഞങ്ങൾക്ക് അവരുടെ സ്വന്തം റിസ്കിൽ വന്ന് അവരോട് വരണമെന്ന് പറഞ്ഞിട്ടില്ല, വരണ്ടാന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അവരെന്നിട്ടും അവരുടെ റിസ്കിൽ വന്ന് ക്ലാസ് എടുത്തു തരാം, അവർ പോർഷൻ തീർത്തിട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് മൊത്തം ക്ലിയർ ചെയ്യിപ്പിച്ചത് ഇവരാണ്.
ഈ മാനേജ്മെൻറ്റാ ക്ലിയർ ചെയ്യിപ്പിച്ചേ. ഞങ്ങൾ ഈ കോളേജ് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ വന്ന ഞങ്ങളെ കൊണ്ട് ഇവരാണ് ഓപ്ഷൻസ് ക്ലിയർ ചെയ്യിച്ച് ഇവർ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കി മാറ്റിയത്. അന്ന് അല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നല്ലോ ഇത് ബാങ്കിൽ വെച്ചേക്കുവാണ്, ഏത് നിമിഷവും ഞങ്ങൾക്ക് ഇവിടെ പോണം ഇറങ്ങി കൊടുക്കണമെന്ന് പറയായിരുന്നു. അങ്ങനെങ്കിലും ഒരു ഓപ്ഷൻസ് കിട്ടും. ഇത്രയും പേര് ഇവരെ വിശ്വസിച്ചല്ലേ ഇവിടെ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത്. അടുത്ത തിങ്കളാഴ്ച എക്സാം ഞങ്ങൾ എവിടെ പോയിരുന്ന് എഴുതും? ഒന്നും അറിയത്തില്ല. എന്തോന്ന് എഴുതണമെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇപ്പോഴും ഞങ്ങൾ എന്തോ എഴുതി കൊടുത്തേന്ന് പോലും ഞങ്ങൾക്ക് അറിയാതെ എക്സാം ഹാളിൽ എഴുതി ഇറങ്ങി വന്നേ. ഒരു ടീച്ചർ 2-3 വിഷയം സബ്ജക്റ്റ് പഠിപ്പിക്കുന്നേ. അവർക്കും ഉണ്ട് സ്ട്രഗിളും, അവർക്കും ഉണ്ട് ഫാമിലി കാര്യങ്ങളൊക്കെ. അവരെങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ ഫ്യൂച്ചർ എന്താവും? കോളേജ് ജപ്തിയാവുന്നു, ഒന്നും കൊടുത്തില്ല. മാനേജ്മെന്റ് ആരെയും അറിയിച്ചില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞത് എനിക്ക് കോളേജ് ജപ്തിയായി, നിങ്ങൾ ഇവിടുന്ന് പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പേരൻസായിട്ട് പ്രശ്നം ഉണ്ടാക്കി മാനേജ്മെന്റ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് സെക്കൻഡ് ഇയേഴ്സിലെ പിള്ളേർക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ബ്രെയിൻ വാഷ് ചെയ്ത് ഇവർ വേറെ കോളേജിലോട്ട് എല്ലാവരും മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു തൊട്ടപ്പുറത്തൊരു MBA കോളേജ് ഉണ്ട്. MBA കോളേജ് ഫെസിലിറ്റീസ് എല്ലാം ഉള്ളത്. അവിടെ MBA യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള ഒരു MBA കോളേജ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ MBA കോളേജിൽ ഇവിടെ പഠിക്കാനും പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി പറഞ്ഞ് നിങ്ങൾ മാറണമെന്ന് പറഞ്ഞ് ഈ മാനേജ്മെൻറ്റ് എന്ന് സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ അവരോട് പറഞ്ഞ് ഈ കോളേജിൽ ഒരു ഫെസിലിറ്റീസോ എക്സാം എഴുതാനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ അവിടെ ചെന്ന് പരാതി പറഞ്ഞ് അതുകൊണ്ട് അവർ മാറാൻ സിൻഡിക്കേറ്റ് മീറ്റിംഗ് ഓർഡർ ഇട്ടത്. പക്ഷേ ഞങ്ങൾ അങ്ങനൊരു കാര്യമേ അറിഞ്ഞിട്ടില്ല. സ്റ്റുഡൻസും അറിഞ്ഞിട്ടില്ല, ടീച്ചേഴ്സും അറിഞ്ഞിട്ടില്ല.